എന്തായടാ അവന് കിട്ടിയോ? എന്തേ നമ്മളെ പണം പിടിച്ചിട്ട് അവൻ എസ്കേപ്പ് ആയെന്നോ? നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ? ഞാൻ കാണിച്ചു തരാം. ചെയ്ത് തൊലക്കേ. ഹലോ പറയടാ പൊന്നു. കള്ളപ്പൈല് അവൻ വിടുന്നില്ല. ഇതാ വരുന്നു. ഞാൻ വലിയ ഓഫീസറല്ലേ, എല്ലാ ജോലികളും എന്റെ തലയിൽ വെച്ചെന്നേ. ഞാൻ ഇപ്പൊ വരാ. എപ്പോ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ. 2-3 ദിവസത്തിനകം വരാ. വിഷമിക്കാതെ ഉറങ്ങു പോന്നെ. എന്താ ഓഫീസറെ, പ്രേമാണോ? നീ പോടാ. വലിയ ഏടാക്കൂടത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു. എല്ലാം ഇവനെ കൊണ്ടാ. വേണ്ട വിട്, പറഞ്ഞ കേട്ടില്ല. ചെല്ല്. പറഞ്ഞ കേക്കില്ല, വെറുതെ ശല്യം ചെയ്തോണ്ട്. അതെ, പ്രോജക്ട് ഫയൽ സിഒക്ക് കൊടുത്തോ? വർക്ക് കഴിഞ്ഞോ? ആ, ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചെറിയ ചെറിയ കറക്ഷൻ മാത്രം മതി. അപ്പൊ തന്നെ തരും. ഓക്കെ, അത് ചേഞ്ച് ചെയ്തോ. ഇതാണ് ഫസ്റ്റ്. എനിക്ക് കിട്ടാൻ MP സീറ്റ് കാശിന് വേണ്ടിട്ട് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പാത്രക്കട പണത്തിന്റെ അടുത്തുള്ള ഭയം പോയല്ലോ നിനക്ക്. എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ കാലിൽ വീഴോടാ. അവനായിരിക്കില്ല. പോടാ ഇവിടുന്ന്. അവന് കിട്ടില്ല. അവനില്ല. അവന് കിട്ടില്ല. അവന് കിട്ടത്തില്ല. IAS ഓഫീസർ എങ്ങനെ കഷ്ടപ്പെടുത്തി വിട്ടല്ലോ. 35 വർഷം സർവീസ്. ഓരത്തിന്റെ അടുത്ത് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചാലും ആരും അറിയില്ലല്ലോ. ചുമ്മാ നിന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നു. ഇതുവരെ കൈക്കൂലി വാങ്ങിക്കാത്തത് കൊണ്ട് അടുത്ത വർഷം അവാർഡ് എനിക്കാണെന്ന് ഗവൺമെന്റ് പറഞ്ഞതായിരുന്നു. പോയി കുറച്ച് പണം കണ്ടപ്പോ എല്ലാം മറന്നുപോയി. എല്ലാം പോയി. മാനം പോയി, മര്യാദ പോയി, പൈസയും പോയി, എല്ലാം പോയി. ജീവിതം നശിച്ചു. എല്ലാത്തിനും കാരണം ഇവനാണ്. എനിക്ക് കിട്ടേണ്ട MLA സീറ്റ് താൻ കാശിന് വേണ്ടി വിറ്റു. താൻ കാശ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതിന് താൻ ഒരിക്കൽ ദുഃഖിക്കും. ഹരിചന്ദ്ര, ഒക്കെ എടുത്തോണ്ട് വാടാ. ചേട്ടാ, എന്താടാ ആരോടാ കളിക്കുന്നത്? നീ മറന്നോ? പകരം വീട്ടാനാ അല്ലേ? എവിടാ ഫോട്ടോഗ്രാഫർ? അവൻ ആരായതെന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ. അവനും എനിക്ക് ഒരു ബന്ധമില്ല ഏട്ടാ. അന്നെന്തോ ദേഷ്യത്തിൽ ഞാൻ നിങ്ങളെ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാ. പക്ഷെ നിങ്ങൾക്കെതിരെ ഞാനങ്ങനെ ആളെ അയക്കും ഏട്ടാ. ചേട്ടാ, അത് ഹരിചന്ദ്രനല്ല പറഞ്ഞേ. ആരാന്നറിയാവോ? ചേട്ടന്റെ ഗുരുവിലെ ആ പാണ്ഡ്യൻ. എന്താടാ നീ പറയുന്നേ? ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ചോദ്യം ചോദിച്ച് പേടിപ്പിക്കുന്നത് നിങ്ങളല്ലേ? അതെ, ഞങ്ങൾ പേടിപ്പിക്കൊന്നുമല്ല. അവര് ചെയ്യേണ്ട ജോലി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു. അവരിത് ചെയ്തില്ലെങ്കിൽ അവരെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങള് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ആ MLA ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. വെള്ളം വരാൻ വെച്ചു, റോഡ് കെട്ടി. നിങ്ങൾ ചെയ്ത ഉപകാരം മോനെ ഇതെല്ലാം. പലവട്ടം ഒതുങ്ങി പോയിട്ട് നീ ഞങ്ങളെ വിടത്തില്ലല്ലേ? നിനക്ക് അടിമയായിട്ടിരിക്കാൻ ഞങ്ങൾ വല്ല എഴുതി തന്നിട്ടുണ്ടോ? എന്താ നീ പഴയതൊക്കെ മറന്നുപോയോ? 5 വയസ്സിൽ നീ നിന്റെ അനിയനും വിശക്കുന്നെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നത് നീ മറന്നുപോയോ? എന്താടാ, എന്ത് പണി എന്നാലും ചെയ്യുവോ? ചെയ്യും. ആഹാരം കൊടുത്തു, ജോലിയും കൊടുത്തു. 15ാമത്തെ വയസ്സിലെ സ്പാനർ താഴെ ഇട്ടിട്ട് തരികിട പണിയും തുടങ്ങി. ജനങ്ങളെ പറ്റിച്ച് നീ വളർന്നങ്ങ് വലുതായി. അതിന്റെ ഇടയ്ക്ക് നീ ആരുടെയൊക്കെയോ ബിനാമിയായി. നീ മിടുക്കൻ തന്നെയാ.
എടാ നിന്റെ മുതലാളിയാണെന്ന് പോലും നോക്കാതെ റെഗുലർ ആയിട്ട് ഞാൻ എടുക്കുന്ന ടെൻഡർ എല്ലാം നീ എടുത്ത് എന്റെ കഞ്ഞി കൂടി നീ മുട്ടിച്ചു. വലിയ തെറ്റാ നീ ചെയ്തേ, വലിയ തെറ്റ്. ഇതൊക്കെ ഒരു ദിവസം നിന്നെ വിട്ടു പോകും. അപ്പോ നിന്റെ ഈ തരിയുടെ ബിസിനസ് ഒക്കെ കളഞ്ഞിട്ട് നീ എന്റെ അടുത്ത് വരും. നിന്നെ ഞാൻ വരുത്തിക്കോടാ. നീ ഇപ്പൊ പൊയ്ക്കോ. എന്താടാ ഞാനിപ്പോഴും നിന്റെ പണിക്കാരനാണെന്നാണോ നിന്റെ വിചാരം? വേണ്ട ഇന്ദ്ര, നീ ചെയ്യുന്നത് തെറ്റാ. ഉറപ്പായി നിനക്ക് പണി കിട്ടും. താൻ ഒലത്തും. എന്റെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് തനിക്കറിയോ? ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിന് എന്റെ ഗുഡൌണിൽ നിന്ന് വേണം പണം പോകാൻ. ഞാനൊന്ന് ഞൊടിച്ച എല്ലാ പാർട്ടിക്കാരും എന്റെ വീടിന്റെ വാതുക്ക് വരും. എന്നെയാ നീ വീഡിയോ പിടിച്ച് വരട്ടാൻ നോക്കുന്നത്. അത് ചെയ്തത് ഇവനാണോ? ചേട്ടാ, ഇവൻ ഇൻകം ടാക്സിലോട്ട് പറഞ്ഞു മാത്രമേ കൊടുത്തുള്ളൂ. ഇവനും ആ ഫോട്ടോ എടുത്തവനും ഒരു സംബന്ധം പോലും ഇല്ല. ഇവനും അല്ലേ? പോടാ. ആരടാ അവൻ? എവിടെയാണോ അവൻ? കൈ എടുക്ക് സാർ, എന്റെ മാരേജ് കഴിഞ്ഞതാ. നിന്റെ കല്യാണം കഴിഞ്ഞോ? അതെ. ഇത് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇവിടെ വരുന്നതിന് മുൻപ് മാരേജ് കഴിഞ്ഞതാ. ഇവിടെ വരുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞോ? അതെ. അയ്യോ, ഞാൻ മിസ് ചെയ്തല്ലോ. മട്ടിയാൽ മട്ടന്, ചെക്കിയാല് ചിക്കന്, വെള്ളമുടി വന്നാലേ മാറി നിക്കട ടക്കന്ന്. നീ വലിയ മന്മത കുഞ്ചുമൊന്നുമല്ല, നിനക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാനും വഴിയുമില്ല. ഇതുപോലെ കാണിച്ചു കൂട്ടിയാൽ കൊത്ത് പൊറോട്ട. ഈ മാറ്റർ ഞാൻ MD അടുത്ത് പോയി പറഞ്ഞേ കൊടുക്കട്ട. ഞാനേ തേക്കുന്നവൻ, എനിക്ക് തേപ്പാ. ഈ ജീവിയുടെ അടങ്ങത്തില്ലെന്നാ തോന്നുന്നേ. ഇയാളെന്തെങ്കിലും ചെയ്യണല്ലോ. എങ്ങനെയെങ്കിലും ഈ ചാനൽ വിട്ട് ഇറങ്ങണം. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മുകുലൻ, അച്ഛനാകാൻ പോകുന്നല്ലേ? താങ്ക് യു സർ. എനിക്കും ഒരു ചാനലൊക്കെ ആരംഭിച്ച് വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക. അതെൻ്റെ ഒരു സ്വപ്നവും കൂടെയാ. ആ സ്വപ്നത്തിനാണ് നിങ്ങൾ ജീവൻ അർപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും തമ്മിൽ ഒറ്റയ്ക്കുള്ള രീതിയിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. എന്ത്, നമ്മുടെ ജനങ്ങളുടെ ടാക്സ് മുഴുവനും മന്ത്രികളുടെ അടുത്തും അവരുടെ ബിനാമികളുടെ അടുത്തും കള്ളപ്പണമായി കിടക്കുകയാണ്. ഇതെല്ലാം പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും ജനങ്ങൾക്ക് തരുന്ന ആ കയപ്പായ മരുന്നില്ലേ, നമുക്ക് തടയാൻ പറ്റും. അത് ശരിയാ. എന്തെങ്കിലും ആയിക്കോട്ടെ സർ. നാളെ വരാൻ പോകുന്ന വാർത്ത കാണാൻ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ടും നടക്കാം മുകുലൻ. ശരി സർ, ഞാൻ എന്നാ പോട്ടെ സർ, നാളെ കാണാം. നിങ്ങൾ എന്തായാലും വിജയിക്കും. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ മുകുലൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വന്തം പിറന്നാളിന് വലിയ കത്തി ഉപയോഗിച്ച് കേക്ക് മുറിച്ച് യുവാവ്. പോലീസിന്റെ ജാഗ്രത മുന്നറിയിപ്പ്. സത്യമംഗലം കാടിനുള്ളിൽ കള്ളപ്രണയിതാക്കൾ. ഡ്രോൺ ക്യാമറയുടെ നിരീക്ഷണത്തിൽപ്പെട്ടു. മദ്യലഹരിയിൽപ്പെട്ട രണ്ടുപേർ തമ്മിൽ നടുറോട്ടിൽ വെച്ച് സംഘർഷമുണ്ടായി. വഴക്കിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ തന്നെ മദ്യപാനി എന്ന് വിളിക്കാതെ കുടിക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നായിരുന്നു അയാളുടെ മൊഴി. ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സംഭവം നടന്നത് ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു. പ്രധാന വാർത്തകൾ വിശദമായി. ന്യൂസ് എന്തായി സർ? മുകുലൻ വരൂ. ചിറ്റപ്പാ ദാ വന്നു കഴിഞ്ഞു. വിളിച്ചോ മോനെ? 2 ജ്യൂസ് കൊണ്ടുവാ. എന്താ ജ്യൂസ്? ഇരിക്കും മുകുലൻ. എന്ത് ജ്യൂസാ കഴിക്കുന്നേ? ജ്യൂസ് വേണ്ട, ഒന്നും വേണ്ട, പോകുന്നുണ്ടോ? എന്തിനാ ചൂടാവണേ? തണുപ്പിക്കാൻ ഞാനൊരു ജ്യൂസ് എടുത്തിട്ട് വരാം. ജ്യൂസിനെ കുറിച്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറയുന്നു. ആദ്യ സമാധാനത്തോടെ പറയുന്നത് കേൾക്ക്. ഇന്നലെ എല്ലാവരും വീട്ടിലോട്ട് പോയതിനു ശേഷം ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആയ അതിൻ്റെ പരിണിത ഫലം എന്തൊക്കെയാണെന്ന് നല്ലതുപോലെ ആലോചിച്ചു. അതിനുശേഷം നല്ലൊരു തീരുമാനത്തിലാവുന്നത്. ഇന്ദിരവർമ്മയുടെ പുറകിൽ വലിയൊരു രാഷ്ട്രീയ സപ്പോർട്ട് തന്നെയുണ്ട്. ഹലോ, ആരാ? മിസ്റ്റർ ഇന്ദിരവർമ്മൻ, ഞാൻ ആരെന്നറിയാവോ? ആരാടാ നീ? ഞാൻ പറയുന്നത് ആദ്യം ടെൻഷൻ ഇല്ലാതെ കേൾക്കാൻ നോക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയാ. നിങ്ങളുടെ ഓരോരോ പ്രോപ്പർട്ടി ഷൂട്ട് ചെയ്തിട്ട് അവസാനം നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറും തമ്മിൽ സംസാരിച്ച ഡീല് വരെയും ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ ഞാനാണ്. നീയാണോ? കോൾ ഇന്ദിരവർമ്മൻ, ഡീല് സംസാരിച്ചാലോ? ഇല്ലെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് എല്ലാ ചാനലിലും നിങ്ങളുടെ ന്യൂസ് ഫ്ലാഷ് ആവും. പറയാം. നീ ഗോഡൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നില്ലേ, ആദ്യ 40 കോടി. ജയ് TV MD സുന്ദര പാണ്ഡ്യൻ. നീ അബദ്ധത്തിലെങ്ങാനും ഇത് ടെലികാസ്റ്റ് ചെയ്ത
നേരത്തെ ഞങ്ങൾ കത്തിച്ച ചാനലിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? അതുപോലെ തന്റെ ചാനലും കത്തിച്ചാമ്പലാവും. മുകുലൻ, ഞാൻ നന്നായിട്ട് ആലോചിച്ച് നോക്കി. എൻ്റെ തീരുമാനം ശരിയായിരുന്നു. അവനെ എതിർക്കാനായിട്ട് ആൾ ബലവും പണം ബലവും നമ്മുടെ കയ്യിലില്ല. ഒന്നാമതേ നമ്മളെ ചാനൽ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാശ് നമുക്ക് അത്യാവശ്യമാണ് മുകുലൻ. ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ചാനലിൻ്റെ പാർട്ട്ണറായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് മുകുലൻ. നിങ്ങൾ ഈ ചാനലിൻ്റെ പാർട്ട്ണറാണ്. ഇതേപോലെ വേറൊരു വാർത്തയും കൂടി എടുത്ത നിങ്ങൾ എന്നെ വീട്ടിലെ വർക്കിംഗ് പാർട്ട്ണറെ ചേർക്കോ മിസ്റ്റർ സുന്ദര പാണ്ഡ്യൻ? മുകുലൻ, എന്തോന്നാ പറയുന്നത്? പിന്നെന്താടോ, മിലിറ്ററിനും പോലീസിനും ആളെടുക്കുന്ന പോലെ കൊള്ളയടിക്കാനും ആളെ ചേർക്കുവാണോ? എന്നെ പോലെ കാശിനെ ആഗ്രഹിക്കുന്ന മൃഗങ്ങളുള്ളത് കൊണ്ടാണ് കാശ് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നത്. തീവ്രവാദികൾ എല്ലാ സ്ഥലങ്ങളിലും ബോംബ് വെക്കുന്നത്. ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായി സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്ത് അവൻ തരുന്ന 500ഉം 1000ഉം വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ് സാർ ഞാൻ. അവരുപെട്ട കഷ്ടങ്ങളെല്ലാം ഞാനും അനുഭവിച്ചിട്ടുണ്ട് സാർ. കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയക്കാർ ആൾക്കാരെ പറ്റിച്ച് വോട്ടും വാങ്ങി MLA MP ആയി. അവർക്ക് ഒന്നും ചെയ്യാതെ അവർ കൃഷി ചെയ്ത് നെല്ല് കൊണ്ടുവന്നിടുന്ന പത്തായത്തിൽ അവരുടെ കള്ളക്കാശ് നിറച്ചു വച്ചിരിക്കുകയാണ്. എന്താ സാർ, ഇവരെ പോലെയുള്ള ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളെ പോലെയുള്ള ആളുകൾ കാശ് വാങ്ങുന്ന ബ്രോക്കറായല്ലോ സാർ. ഡോ നേർത്തടോ, ശരി തന്നെ. എനിക്ക് ആദ്യം കാശും ബിസിനസ്സുവാ, ബാക്കിയെല്ലാം പിന്നെയാ. താൻ എന്ത് ചെയ്യുന്ന? കാശെന്ന് വെച്ചാ അങ്ങനെയാണെങ്കിൽ ഭാര്യയെ പോലും. എന്താണോ പറയുന്നത്? ഇതിന്റെ കോപ്പിയാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിലാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രമുഖ TV റിപ്പോർട്ടർ മുകിലന്റെയും ഭാര്യയുടെയും ആത്മഹത്യയെക്കുറിച്ചാണ്. ആരാണ് ഈ മുകിലൻ? പ്രമുഖ റിപ്പോർട്ടർ മുകിലിനെ കണ്ടാലുടനെ രാഷ്ട്രീയക്കാരും മറ്റു പല പ്രമുഖരും ഭയന്നോടാറുണ്ട്. തന്റെ ആശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് എതിരെ നിൽക്കുന്നവന്റെ നാവിൽ നിന്നും സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ മിടുക്കനായിരുന്നു മുകിലൻ. തന്റെ ജീവിതത്തിലേക്ക് ഒരു അനാഥയായ പെൺകുട്ടി വരണമെന്ന് മുകിലൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മുകിലൻ അനാഥ മന്ദിരത്തിൽ നിന്നും ഒരു ഊമയായ പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അത്രയും നന്മയുള്ള ഹൃദയത്തിന്റെ ഉടമയായ മുകിലൻ തന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഈ ലോകത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടോ രാമൂർത്തി, രണ്ടുപേരും വളരെ സന്തോഷം. സന്തോഷമായില്ലേ? നിക്ക് വേൽമുരുക, എടുത്തോണ്ട് വാടാ. ശരി ഏട്ടാ. രാമൂർത്തി, നിങ്ങൾക്കുള്ളതാ, എടുത്തോണ്ട് വെക്കോ. അയ്യോ, എനിക്ക് പണം വേണ്ട, എന്നെ വിട്ടാ മതി. രക്ഷപ്പെട്ടു. റിപ്പോർട്ടർ ആത്മഹത്യ ചെയ്തെന്നോ? അതായിരുന്നല്ലോ ന്യൂസ്. പക്ഷെ ഇന്നലെയല്ലേ കണ്ടേ? ചില കാര്യം എപ്പോഴുവേ കാണാത്ത രീതിക്ക് ഇങ്ങനെ പോയേക്കണം. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര മാസായിരുന്നു. അവർ മരിച്ചു പോയെന്ന് പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ലവനായിരുന്നെങ്കിലും സത്യസന്ധനായിട്ടിരുന്നാലും ഈ നാട്ടിലൊന്നും ജീവിക്കാൻ കഴിയത്തില്ല മോനെ.